എന്താ ചൂട്! ഇപ്പോഴത്തെ ചൂടൊന്നും സഹിക്കാൻ വയ്യ. ഹലോ ചേച്ചിയേ, ഞാൻ പഞ്ചായത്തിൽ നിന്നാണേ. ഇവിടെ ആരുമില്ലേ? ഞാനിവിടുത്തെ ആശാ വർക്കറാണേ. അപ്പോൾ നിങ്ങളിവിടെ പുതിയ താമസക്കാരല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ അംഗങ്ങളുടെ വിവരങ്ങളൊന്ന് പറയാമോ? അതായത് പ്രായമായവർ, കുട്ടികൾ, മുതിർന്നവർ, ഇവരുടെയൊക്കെ വിവരങ്ങളൊന്ന് അറിയണം. കുട്ടിയുണ്ടല്ലേ? ഓക്കെ, കുട്ടിക്ക് എത്ര പ്രായമായി? കുട്ടിക്ക് സമയാനുസരിച്ച് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കാറുണ്ടോ? കുട്ടിക്ക് ആരോഗ്യ കാർഡില്ലേ? അതൊന്ന് കാണിക്കാമോ? ഓക്കെ, ഈ ശനിയാഴ്ച നമ്മുടെ അംഗൻവാടിയിൽ കുട്ടികൾക്ക് പോളിയോ നൽകുന്നുണ്ട്. അവിടെ പോയി കുട്ടിക്ക് പോളിയോ കൊടുക്കണം. അത് മറക്കാതെ നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അവിടെ പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഇതാണ് എൻ്റെ നമ്പർ. പിന്നെ കുട്ടിക്ക് പോഷകാഹാരം തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. അതിനായി നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് സമീപിച്ചാൽ മതി കേട്ടോ. അവിടെ നമ്മുടെ ഗവൺമെൻറ് വകയായിട്ടുള്ള പോഷകാഹാര സപ്ലൈ ഉണ്ട്. അതായത് അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്നെങ്കിൽ കുറുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ പല്ലുള്ള കുട്ടികളാണെങ്കിൽ ദോശയായോ അപ്പമായിട്ടൊക്കെ കൊടുക്കാം. കുട്ടിക്ക് എന്ത് വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം. ഇവിടെ എത്ര പ്രായമുള്ളവരുണ്ട്? കിടപ്പ് രോഗികൾക്ക് നമ്മൾ പ്രാഥമിക ചെക്കപ്പ്, പിന്നെ ചികിത്സകൾ ഇതെല്ലാം നൽകുന്നുണ്ട്. അതിനായി നിങ്ങൾ പഞ്ചായത്തിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇവിടെ ആർക്കെങ്കിലും പനി, ചുമ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉടനെ എന്നെ അറിയിക്കുക. ഓക്കെ, പനിയുണ്ടെന്നോ? ആശുപത്രിയിൽ പോയോ? നമ്മുടെ എങ്കിൽ ഞങ്ങളുടെ ആരോഗ്യ കിറ്റിൽ നിന്നുള്ള പനിക്കുള്ള മരുന്നുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഡോളോ, പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ ORS സൊല്യൂഷൻ, അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ വെച്ചോ കേട്ടോ. മോൾക്കിപ്പോൾ എത്ര മാസമായി? ആശുപത്രിയിൽ പോകുന്നുണ്ടോ? മാസാമാസമുള്ള ചെക്കപ്പുകൾ, മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഫോളിക് ആസിഡ്, കാൽസ്യം, അതുപോലെ TT ഇഞ്ചക്ഷൻ ഇതെല്ലാം എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ സമയത്ത് നല്ല പോഷകാഹാരങ്ങളും ആവശ്യത്തിന് റെസ്റ്റും, ആവശ്യത്തിന് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ അത് നമ്മൾ പഞ്ചായത്തിൽ ഒരു പ്രത്യേക നിവേദനം കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിന് എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീട്ട് നമ്പർ എത്ര? ഓക്കെ, ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതേന്നെ, ഇന്ന് 18 ദിവസമായി ഞങ്ങളുടെ സഹപ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ കിടന്ന് സമരം തുടങ്ങിയിട്ട്. എന്ത് ചെയ്യാനാ? അടുപ്പ് പുകയണ്ടേ? അതിനാണ് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. വെറും 7,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ? അത് സർക്കാർ പോലും മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ ദൈവമേ. ഓക്കെ, എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. 2-3 വീടുകളോട് കയറാനുണ്ട്. ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ. ഓക്കെ.